When we love someone, we forgive him. When we forgive him, God's light shine on us. നാം ആരെയെങ്കിലും സ്നേഹിക്കുമ്പോൾ അവനോട് ക്ഷമിക്കുന്നു. നാം അവനോട് ക്ഷമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ മേൽ പ്രകാശിക്കുന്നു. ശ്രേഷ്ഠമേറിയ ഒരു ആത്മീയാനുഭവമത്രേ ഇത്. ഇതിന്ന് എത്ര പേർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, അവനെ ആരാധിക്കുമ്പോൾ, ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ, ഒരു പാട്ട് പാടുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ നമുക്കൊക്കെ വിവിധങ്ങളായ ആത്മീയ അനുഭവങ്ങൾ ലഭിക്കാറുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വേറിട്ട ഒരു ആത്മീയാനുഭവമത്രേ നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും അവരോട് ക്ഷമിക്കുന്നതും തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ മേൽ ഉദിക്കുന്നതും. പുതിയ നിയമസഭയ്ക്ക് ശ്രേഷ്ഠമായ പല വരങ്ങളും ദൈവം നൽകിയിട്ടുണ്ട്. അത് സഭയുടെ പൊതുപ്രയോജനത്തിനായി നൽകിയിരിക്കുന്നവയാണ്. അവ വാഞ്ചിക്കുന്നവർക്ക് ദൈവം അത് നൽകുന്നു. എല്ലാവർക്കും എല്ലാവിധ വരങ്ങളും ലഭിക്കണമെന്നില്ല. എന്നാൽ എല്ലാവരും ഒരുപോലെ വാഞ്ചിക്കേണ്ടിയ അതിശ്രേഷ്ഠമായ ഒരു വരത്തെപ്പറ്റി കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതത്രേ സ്നേഹം. ശ്രേഷ്ഠമായ മറ്റെല്ലാ വരങ്ങളും നമുക്കുണ്ടായിരുന്നെന്നാലും അതിശ്രേഷ്ഠമായ സ്നേഹം എന്ന വരം നമുക്കില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. ദൈവം നമുക്ക് തരുന്ന സ്നേഹത്തിൻ്റെ പല പ്രത്യേകതകളിൽ ഒന്നത്രേ സ്നേഹം. ദീർഘമായി ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. നാം ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി നമ്മോട് അപമര്യാദയായി പെരുമാറിയാൽ പോലും നമുക്ക് അയാളോട് യാതൊരു വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കുവാൻ കഴിയുകയില്ല. അതിനു മുമ്പേ നാം അയാളോട് ക്ഷമിച്ചിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികം. എന്നാൽ ഒരു ക്രിസ്തുവിശ്വാസി പകയോടെ അതിനെ നേരിടാതെ തുറന്ന മനസ്സോടെ അതിനെ ഉൾക്കൊള്ളുന്നത് സ്നേഹം നിമിത്തമാണ്. കർത്താവ് നമ്മെ വ്യവസ്ഥകൾ കൂടാതെ സ്നേഹിച്ചിരിക്കൊണ്ട് മറ്റുള്ളവരെ ആ നിലയ്ക്ക് സ്നേഹിക്കുന്നതിലൂടെയും കർത്താവ് നമ്മോട് ക്ഷമിച്ചിരിക്കിയാൽ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൽ കൂടിയും ക്രിസ്തുവിൻ്റെ അതേ മനോഭാവം നമുക്കും പ്രകടമാക്കാം. ഇന്നത്തെ നമ്മുടെ മുദ്രാവാക്യം ഇതാണ്: സ്നേഹം കൊണ്ട് ക്ഷമയെ നേടുക, ക്ഷമ കൊണ്ട് വിദ്വേഷത്തെ കീഴടക്കുക. Have a blessed day.